ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 14ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ചാനലിൽ ഈ സീരീസിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വേക്കൻസീസും ക്ലിയർലി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഓരോ ജോബ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ആരെങ്കിലും നിങ്ങളോട് ഈ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ക്യാഷ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അത് നൽകാതിരിക്കുക. ഒരിക്കലും ക്യാഷ് നൽകി ജോലി വാങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക. സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ഓരോന്നും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ LLC ഷാർജ. അപ്പം ഷാർജയിലുള്ള ഈ സ്കൂളിലേക്കാണ് ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വി ആർ ലുക്കിംഗ് ഫോർ ക്വാളിഫൈഡ്, ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് with excellent teaching and communication skills with minimum 2 years of experience in UAE. അതായത് UAE-ൽ മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് പീസ് ഗ്രൂപ്പിന് കീഴിലുള്ള സ്കൂളാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് HODs, സോഷ്യൽ സ്റ്റഡീസ് HOD, ഇസ്ലാമിക് HOD, കെമിസ്ട്രി ടീച്ചർ, റോബോട്ടിക്സ്, കിൻഡർ ഗാർഡൻ, മാത്തമാറ്റിക്സ്, പല സബ്ജക്റ്റുകളിലെ ടീച്ചിങ് വേക്കൻസീസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV വിത്ത് ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ CV അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, CV-യിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനിയും UAE എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ കറന്റ്ലി UAE-ൽ അവൈലബിൾ ആണെങ്കിൽ, അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസും BEd-ഉം കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ കറന്റ്ലി UAE-ൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇനിയും UAE എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരുടെ അഭാവത്തിൽ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ എല്ലാ സബ്ജക്റ്റുകൾക്കും BEd പറഞ്ഞിട്ടുണ്ട്, എക്സെപ്റ്റ് റോബോട്ടിക്സ്. റോബോട്ടിക്സിന് BEd-ന്റെ ആവശ്യം പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ BTech ഓർ MTech ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർ, അത്യാവശ്യം 2 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിക്സിന്റെ ടീച്ചറായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ക്രെഡൻസ് ഹൈസ്കൂൾ ദുബായിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസി എന്ന് പറയുന്നത് സയൻസ് ടീച്ചറുടെ വേക്കൻസിയാണ്. പ്രൈമറി ഫേസിൽ സയൻസ് ടീച്ചറുടെ വേക്കൻസിയാണുള്ളത്. അപ്പം ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളും സാലറിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ എന്നിവയെ ബന്ധപ്പെട്ടിരിക്കും. അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു കവർ ലെറ്റർ ഒക്കെ തയ്യാറാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് സബ്ജക്റ്റ് ഒക്കെ ആക്കി വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അല്ലാതെ ഒരിക്കലും CV മാത്രമായിട്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇനി മൂന്നാമത്തെ വേക്കൻസി, നേരത്തെയും ഈ ഹോപ്പ് ഇംഗ്ലീഷ് സ്കൂള് വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ അവർക്ക് റിക്വയർഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഇത് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവർ പറയുന്ന റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈക്വലൻസി ഉണ്ടായിരിക്കണം, ഇമീഡിയറ്റ് അവൈലബിലിറ്റി ആയിരിക്കണം, ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസിൽ UAE-ൽ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നാട്ടിൽ ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കുക. പ്രത്യേകം നിങ്ങൾ ഇമെയിൽ അയക്കുമ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനിയും നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് കാംബ്രിഡ്ജ് ഹൈസ്കൂളിലേക്കാണ്, അബുദാബിയിൽ. കിൻഡർ ഗാർഡൻ ടീച്ചർ.
കിൻഡർ ഗാർഡൻ ടീച്ചറുടെ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്ക്, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഈ ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോസിൽ പറയുന്ന എല്ലാ ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി ഈ ജോബ് ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബെൽവേഡ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസി എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചറുടെയാണ്. ഓഗസ്റ്റ് 2025 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും. നിങ്ങൾക്ക് 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. അത് UK നാഷണൽ കരിക്കുലത്തിലാണെങ്കിൽ അതാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ UAE എക്സ്പീരിയൻസ് ഉള്ളത് പ്രിഫറബിൾ ആണ്. ഇനിയും നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വേണം. അതുകൂടാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അല്ല എങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ഓർ എനി അതർ റെലവൻറ്റ് സബ്ജക്ട് വിത്ത് വാലിഡ് ടീച്ചിങ് സർട്ടിഫിക്കേഷൻ. അതായത് നിങ്ങൾക്ക് BEd ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിലോ പ്രൈമറി എഡ്യൂക്കേഷനിലോ ആയിരിക്കണം, അല്ലെങ്കിൽ BEd പ്ലസ് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ CV പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസി സെയിം സ്കൂളിൽ തന്നെയാണ്. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് സയൻസ് ടീച്ചേഴ്സിന്റെ വേക്കൻസീസ് ആണ്. ഇതിന് വേണ്ട റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ 2025-26 അധ്യയന വർഷത്തേക്കാണ് ഈ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ സ്കൂളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനിയും 7ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽമാരിഫ് പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് എല്ലാ സബ്ജക്റ്റുകളിലെയും ടീച്ചിങ് പൊസിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. 2025-26 അധ്യയന വർഷത്തേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് റെലവൻറ്റ് സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ BEd അല്ലെങ്കിൽ PGCE ഉണ്ടായിരിക്കണം. പിന്നെ 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പിന്നെ ലൊക്കേഷൻ ദുബായ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് ഏത് സബ്ജക്റ്റിലേക്കാണോ ടീച്ചിങ് പൊസിഷൻ ഇൻ സയൻസ് ആണെങ്കിൽ സയൻസ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് ലൈനോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അപ്പോൾ 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പൊസിഷനാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി സീനിയർ ലീഡർ പൊസിഷനിലേക്കാണ്. നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ UAE എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നാഷണൽ കരിക്കുലം ഫോർ ഇംഗ്ലണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ടീച്ചിങ് റെക്കോർഡ് ഉണ്ടായിരിക്കണം. പ്രയർ ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഡിസൈറബിൾ ആണ്. അതുകൂടാതെ NPQ LT കോഴ്സ് നാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം ലീഡർഷിപ്പ് ക്വാളിഫിക്കേഷൻ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടാകും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് ഡയറക്ട്ലി ഇമെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ സബ്ജക്ട് ലൈനിൽ ഈ പൊസിഷൻ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ജോബ് വേക്കൻസി ക്രിയേറ്റീവ് ബ്രിട്ടീഷ് സ്കൂളിലേക്കാണ്. അപ്പൊ ക്രിയേറ്റീവ് ബ്രിട്ടീഷ് സ്കൂളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇയർ 1 ഹോം റൂം ടീച്ചറിന്റെ വേക്കൻസി ആണുള്ളത്. 7th April ഈ പൊസിഷൻ സ്റ്റാർട്ട് ആകും. ഇമ്മീഡിയറ്റ് സ്റ്റാർട്ടാണ്. ഇപ്പം കറന്റ് UAE അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഹോം റൂം ടീച്ചറിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ CV കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക. ഇനിയും ഇത് 10ാമത്തെ ജോബ് വേക്കൻസി ഒരു സ്പെഷ്യൽ വേക്കൻസിയാണ്. ഈ ജോബ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് UAE-ലോ ഇന്ത്യയിലോ അല്ല, UK-യിലാണ്. അപ്പം UK-യിൽ
ഇപ്പോൾ യു കെയിൽ നടക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് ഫെയർ 7 to 11 ഏപ്രിലാണ് നടക്കുന്ന സ്ഥലവും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ കറന്റ്ലി ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എങ്കിൽ, അല്ല എങ്കിൽ യു കെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒത്തിരി മലയാളികൾ ഇപ്പോൾ യു കെയിൽ ഉണ്ടെന്നറിയാം. പലരും അവരുടെ ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യു കെയിലിട്ട് പോയവരുണ്ടാകും. അപ്പം യു കെയിൽ കറന്റ് ഇപ്പോൾ ജോബ്സ് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ബെറ്റർ പേയും ആയിട്ട് യു എയിലും ബഹ്റൈനിലുമാണ് ഈ ടീച്ചേഴ്സിന് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് യു കെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മുൻഗണന ലഭിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിൽ ഈ പറഞ്ഞ ദിവസം ഈ QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ജോബ് വേക്കൻസിയിലേക്ക് പോകാം. 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സെഡാർ സ്കൂളിലേക്കാണ്. അപ്പൊ ഇവിടെ അത്യാവശ്യം കുറേയേറെ വേക്കൻസീസ് അവൈലബിൾ ആണ്. 2025-26 അധ്യയന വർഷത്തേക്ക് വളരെ ഏറെ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. കൃത്യമായിട്ടും നല്ലൊരു CV തയ്യാറാക്കി വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. കവർ ലെറ്റർ വെക്കാൻ മറക്കരുത്. പിന്നെ അത് കൂടാതെ കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായി മെൻഷൻ ചെയ്യുക. ഇനിയും 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്കൂൾ ദുബായിലേക്കാണ്. ദുബായിലുള്ള ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്കാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് 4 വേക്കൻസീസ് ആണുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇമീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും 13ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ഇപ്പം യുയിലുള്ള നൗ ക്ലാസസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. സ്കൂളല്ല. ഇപ്പൊ നിങ്ങൾക്ക് യുയിലേക്ക് വരാനൊരു ഒരു എൻട്രി ലെവൽ ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാത്സ്, ഫിസിക്സ്, അക്കൗണ്ടൻസി, കെമിസ്ട്രി ആൻഡ് ബയോളജി, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സ് ഈ സബ്ജക്റ്റുകളിൽ ആണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത്. റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ IGCSE എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ദുബായിൽ കറന്റ് ഉള്ളവരോ അല്ലെങ്കിൽ ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. അല്ല എങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കാവുന്നതാണ്. ഇനിയും 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദുബായിലേക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്കൂളിലേക്കാണ്. അത്യാവശ്യം കുറേയേറെ ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും. ഇത് ടീച്ചിങ്, നോൺ ടീച്ചിങ്, ലീഡർഷിപ്പ് റോൾസിലേക്കൊക്കെ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, ഒരു 2 വർഷത്തെ മിനിമം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ UAE സ്കൂൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയാണ്. അപ്പൊ നിങ്ങളുടെ CVയും കവർ ലെറ്ററും ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു കൺസൾട്ടൻസി ജോബ് പൊസിഷൻ ആണ്. അപ്പം കൃത്യമായിട്ടും വെരിഫൈ ചെയ്ത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഈ കൺസൾട്ടൻസിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആവശ്യപ്പെട്ടാൽ ഒരിക്കലും ക്യാഷ് നൽകാതിരിക്കുക. അവിടെ വെച്ച് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുക. ഒരിക്കലും ക്യാഷ് പേ ചെയ്ത് ജോബ്സിന് കയറാൻ ശ്രമിക്കാതിരിക്കുക. ഇനിയും 15ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് മിലേനിയം സ്കൂളിലേക്കാണ്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇമീഡിയറ്റ് ഹയറിംഗിലേക്കാണ്. ഏപ്രിൽ 2025 ഇമീഡിയറ്റ് ഹയറിംഗ് ആണ്. ഇംഗ്ലീഷ് ടീച്ചർ, ഫ്രഞ്ച് ടീച്ചർ, പിന്നെ ഫ്രഞ്ച് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ. ഇവിടെ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ടീച്ചേഴ്സിനും ഫ്രഞ്ച് ടീച്ചേഴ്സിനുമാണ് വേക്കൻസീസ് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് ഫ്രഞ്ച് ടീച്ചേഴ്സ് വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചിങ് പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് അക്സെപ്റ്റ് ചെയ്യില്ല. 2 വർഷത്തെ CBSE അല്ലെങ്കിൽ IGCSE കരിക്കുലം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. UAE എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ടീച്ചർ ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.